ഏയ് ഏയ് സുശീല ചേച്ചിയെ, എവിടെ പോണ്? ഒന്ന് പറഞ്ഞിട്ട് പോ ചേച്ചി. ഒരു പോക്ക് നോക്ക്, തിരിഞ്ഞു പോലും നിൽക്കുന്നില്ല. പെണ്ണും പിള്ളക്ക് ഇത്രയും വിളി ഞാൻ വിളിച്ചിട്ട് അവരെ തിരിഞ്ഞു നോക്കൂ. മനുഷ്യന്റെ ഒരിത് നോക്കണേ. പദവിയും പത്രോസും വരുമ്പോ ഉള്ള ഒരു കാര്യേ. അവരെവിടെയോ ഒരുങ്ങിക്കെട്ടി പോകുന്നുണ്ട്. പെണ്ണും പിള്ള എവിടെയോ ഒരുങ്ങിക്കെട്ടി പോകുന്നു. വിളിച്ചപ്പോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പണ്ട് എങ്ങനെ കിടന്നാണെന്നറിയാവോ? തിന്നാനുമില്ല, കുടിക്കാനുമില്ല, ഉടുക്കാനുമില്ല, ഇങ്ങനെ നടന്നൊരു ആളിന്റെ ഒരു ഗമ നോക്കണേ. മനുഷ്യന്മാരിങ്ങനെയും മാറൂ. പോയിട്ട് വരട്ടെ അവര്. അവരെന്നോട് എന്തെങ്കിലും കിണ്ണാരം ചോദിച്ച് വരും. അവരെ മുഖത്ത് ഞാൻ നോക്കില്ലല്ലോ. അവർ പോട്ട് ഇപ്പൊ അവര് പട്ട് സാരിയൊക്കെ ഉടുത്ത് ബാഗൊക്കെ തൂക്കി പോകുന്നൊരു സ്റ്റൈല് കണ്ടോ? ഞാൻ വിളിച്ചിട്ട് അവർ കേട്ട ഭാവം പോലും അടിച്ചില്ല. പോയിട്ട് വരട്ടെ. അവർ കിണ്ണാരം പറഞ്ഞിട്ട് നമ്മളടുത്ത് തന്നെ വരട്ടെ. അപ്പോഴും ഞാൻ അവർക്ക് മിണ്ടത്തില്ല. പോയിട്ട് വരട്ടെ അവര്. അല്ല പിന്നെ പെണ്ണേ, സുനിതേ, ഇവിടെ ആരും ഇല്ലേ? സുനിതേ, പെണ്ണ് നോക്ക്, ഒയില് ഇരുന്ന് പാൽക്കണിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കണം. മിണ്ടണമെന്ന് നോക്ക്. സുനിതേ, ഇതൊക്കെ ചെവിയും കേട്ടൂടെ? ഇവിടെ കുറെ നേരത്തെ പത്രം വായിച്ച് മിണ്ടണില്ലല്ലോ പെണ്ണ്. സുനിതേ, ഇടി അപ്പി, ഇതെന്താ പെണ്ണിന് ചെവിയും കേട്ടൂടെ? കുറെ നേരത്തെ ഞാൻ വിളിക്കുന്നുണ്ട്. ഇടി വന്നിങ്ങി താഴോട്ട് ഇറങ്ങി വാടിച്ചല്ല. ഒരുങ്ങി മുകളിൽ കയറാൻ വയ്യ. എനിക്ക് മകളിൽ കയറാൻ വയ്യ. താഴെ വാപ്പ ഒരു കാര്യം ചോദിക്കിട്ടിങ്ങി വാ. എന്ത് സമയം കൊണ്ടേ നോക്കുന്നു. പെണ്ണ് മിണ്ടുന്നില്ല. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സ്റ്റൈല്. നേരത്തെ രാവിലെ കല്യാണത്തിന് പോയി പട്ടുസാരിയൊക്കെ കൊടുത്ത് പോയപ്പം ഭയങ്കര സ്റ്റൈലായിരുന്നു. അന്നേരത്തെ തുടങ്ങിയ ഗർവാണ് എനിക്ക്. ഈ തള്ള വിളിച്ച ഞാൻ മിണ്ടില്ല. അതുകൊണ്ട് തള്ള കുറേ കിണ്ണാരം ചോദിച്ച് നിന്നിട്ട് പോയി. അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അത് കൊള്ളാമല്ലോ. നിങ്ങളൊക്കെ അത്രയും പാടില്ല. അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല. ചുമ്മാ പത്രം വായിച്ചുകൊണ്ടിരിക്കാം. കുറച്ച് ഗമ അവരോട് കാണിക്കാം. അവർക്ക് മാത്രം ഗമ പോരല്ലോ. പോട്ടെ. നല്ല എന്നെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ കേട്ടില്ലെന്ന് പറയാം. എന്നെ കുറേ വിളിച്ച് കേട്ട് ഞാൻ കേട്ടില്ല എന്ന് പറയാം. അത്ര കൊള്ളില്ലല്ലോ തള്ളക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാണ്. രാവിലെ ഞാൻ കേട്ട് ചേച്ചി എവിടെ പോകണമെന്ന് കേട്ടപ്പോൾ ചേച്ചി കേട്ട ഭാവം പോലുമില്ല. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായ. ഇപ്പോഴാണ് നെഞ്ചിനൊരു കുളിർമയായത്. പകരത്തിന് പകരം തീർക്കാൻ പറ്റിയല്ലോ. എങ്ങനെയുണ്ട്? അതാണ്. ഇങ്ങോട്ട് എങ്ങനെ ഇരിക്കും അതേ രീതിക്ക് അങ്ങോട്ടും. രാവിലെ കല്യാണത്തിന് പട്ടുസാരിയൊക്കെ കൊടുത്ത് പോയപ്പം തള്ളയ്ക്ക് ഭയങ്കര പുതുമയായിരുന്നു. ഇപ്പം എന്നോട് കിണ്ണാരം ചോദിച്ചുകൊണ്ടെന്ന് എനിക്ക് പറയാൻ മനസ്സില്ല അവരോട്. പോട്ടവർ. അല്ല പിന്നെ എന്നോടാണ് കളി.